എനിക്കോ? എന്തോ ദുഷ്ടാണല്ലോ ചോദ്യം. കാരണം പാർട്ടിയിൽ നിന്ന് നിർദ്ദേശിക്കുന്നതോ അത് കേൾക്കുക എന്നുള്ളതല്ലാതെ PC എന്താ പ്രത്യേകത? അല്ല, പത്തനംതിട്ട പാർലമെന്റ് നിയമനമുള്ള നല്ല സുരക്ഷിതമായ ഒരു മണ്ഡലമാണ് BJP സംബന്ധിച്ചിടത്തോളം, ഒരു സംശയം വേണ്ട. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയതിനേക്കാൾ 68,000 വോട്ടിന് കുറവേ BJP സ്ഥാനാർത്ഥിക്കുള്ളൂ. അതിൻ്റെ അർത്ഥം 37,000 വോട്ട് ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയത് മേടിക്കാൻ കഴിയുന്ന ആര് നിന്നാലും പത്തനംതിട്ട ജയിച്ചു എന്നർത്ഥം. ഞാനോ? പാർട്ടി നിർദ്ദേശിച്ചാൽ എടുക്കും. പാർട്ടി നിർദ്ദേശിക്കട്ടെ, അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ്റെ ചിന്തിച്ചു പോകുന്ന ആവശ്യം. ഈ കുശപ്പ് കുന്നായ്മ രാജ്യത്തുള്ള എല്ലാം കൂടി കൊണ്ട് ചുമന്നുകൊണ്ട് വരാതെ നിങ്ങൾ വെറുതെ വേണ്ടാത്തൊന്നും പറയാൻ പോകണ്ട. നല്ല കാര്യമാണ്. നിങ്ങളാരെങ്കിലും ഇവിടെ മന്ത്രിയായാലും എനിക്കിഷ്ടമാണ്, നമുക്ക് സന്തോഷമാണ്. ഞാനതിലൊന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. എന്നെ വ്യക്തിപരമായ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇന്ന് വരെ ഒരു കാര്യത്തിന് ഒരു സ്ഥാനത്തിന് വേണ്ടി ആരോടും പിണങ്ങുകയോ അഭിപ്രായ വ്യത്യാസം പറയുകയോ ചെയ്തിട്ടില്ല. VS നിങ്ങൾക്കറിയാം, വളരെ സ്ട്രോങ് ആയിരുന്നു എന്നെ മന്ത്രിയാക്കാൻ. അദ്ദേഹം സ്ട്രോങ് ആയിട്ട് നിന്ന് നിലപാടെടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം കുറച്ച് തീരുമാനമെടുത്താൽ മന്ത്രിയാകും. ആരെതിർത്താലും ഞാൻ മന്ത്രിയാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞു, ദൈവത്തെ ഓർത്ത് എന്നെ മന്ത്രിയാക്കരുത്. കാരണം പാർട്ടിക്ക് അത് വെറുതെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവും, വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം വേണ്ടെന്ന് വെച്ചത്, അല്ലാതെ എൻ്റെ തീരുമാനമാണ്, വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഓർക്കണം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പം രമേശ് ചെന്നിത്തലൊക്കെ ഇപ്പോൾ ജീവിച്ചിരുമ്പോൾ ചോദിച്ചോളൂ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ സീരിയസ് ആയി കോൺഗ്രസ് നേതൃത്വം മുഴുവൻ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ലീഗ് നേതാവ് പാണക്കാട് തങ്ങൾ, ഇവരെല്ലാം കേരള കോൺഗ്രസ് ഒരു 3 മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നു. മാണി ജോസഫ് മാത്രമല്ല, ജോർജ് കൂടെ മന്ത്രിയാകണമെന്ന് ഞാൻ ഇരിക്കുന്ന വേദി വന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് ചർച്ച ചെയ്തപ്പോൾ ജോസഫിന് 2 മന്ത്രി മതി എന്ന് നിർബന്ധം. PJ ജോസഫിന് എല്ലായിടത്തും 2 കിട്ടും 3 വേണമെന്ന് പറയും. ഇവിടെ എൻ്റെ പാർട്ടി മാത്രം 3 കിട്ടുമ്പോൾ 2 മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അതല്ല ശരി എന്ന് ഞാൻ പറഞ്ഞാൽ അന്നേരം വീണ്ടും ഒരു സ്പ്ലിറ്റ് കൂടാ. കേരള സംസ്കാരമല്ലേ, അതുകൊണ്ടാണ് ഇത് പിരിച്ചു കൊടുക്കുന്നത് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു 2 മതി. ഞാൻ അന്നേരം തീരുമാനിച്ചു. അന്ന് 71 ആയുള്ളത്. ഞാൻ തീരുമാനിച്ചു, എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. മന്ത്രിസ്ഥാനം വേണ്ട. അതുകൊണ്ടല്ലേ അന്ന് വഴക്കുണ്ടാകാതെ പോയി. അല്ലാതെ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി ഇന്ന് വരെ ആരെങ്കിലുമായി ഒരു തർക്കത്തിന് പോലും ഞാൻ മുതിർന്നിട്ടില്ല. ഇത് കഴിഞ്ഞ് ചീഫ് സ്ഥാനം മുസ്ലിം ലീഗിൻ്റെ അലോട്ട് ചെയ്ത ചീഫ് സ്ഥാനം എനിക്ക് തന്നപ്പോൾ എനിക്കാണെന്ന് പറഞ്ഞ് തന്നതാണ്. അതിന് വഴക്കുണ്ടായല്ലോ. ജോസഫ് പറഞ്ഞ് പറ്റുകയെന്ന്, PC ആക്കാൻ പറ്റുകയെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞ് ലീഗിന് തന്നെ വീണ്ടും പോകും ചീഫ് സ്ഥാനം. അപ്പോൾ പാർട്ടി കമ്മിറ്റി 9 കമ്മിറ്റി കൂടി. ആ കമ്മിറ്റി വെച്ച് എല്ലാവരും കൂടെ ജോസഫിനെ അടിച്ചിരുത്തി ഭൂരിപക്ഷം ഇപ്പോഴാക്കി ജോറി ചീഫ് ആകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചീഫായി. അതും വേണ്ടെന്ന് പറഞ്ഞതായിരുന്നു. എല്ലാം ജോസഫായിരുന്നു പാര. എന്താണോ അങ്ങനെ ഒരു പാര വിദഗ്ധനാണല്ലോ ഞാൻ.